ഹായ് മകളെ, SSLC വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ വീഡിയോയിൽ പോകുന്നതിന് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ SSLC വിദ്യാർത്ഥികൾക്കും ഇത് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏറെക്കുറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ. ഒരുപക്ഷെ പല ആളുകൾക്കും അങ്ങനത്തെ സംഭവം ഉണ്ടോയെന്ന് പോലും അറിയില്ല. വന്ന് കഴിയുന്ന സമയത്തായിരിക്കും പല കുട്ടികളും അറിയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, ഒരു ഹാപ്പി ന്യൂസും ഒരു സാഡ് ന്യൂസും. അതിൽ ആദ്യം ഏത് വേണം, ഹാപ്പി ന്യൂസ് ആണോ അല്ലെങ്കിൽ സാഡ് ന്യൂസ് ആണോ? അപ്പോൾ ആദ്യം നമുക്ക് സാഡ് ആക്കിയിട്ട് ഹാപ്പിയിലേക്ക് എത്തിക്കാം. അപ്പോൾ സാഡ് ആക്കാനുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മോഡൽ എക്സാം ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ ടൈം ടേബിൾ വരും. ആ ടൈം ടേബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു സബ്ജക്റ്റിന് പോലും ഒരു ഗ്യാപ്പ് പോലും കിട്ടാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാം നടക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനൊക്കെ ശനിയോ ഞായറോ ചിലപ്പോൾ വേക്കൻസി കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടിയേക്കാം. ബാക്കി ഒട്ടുമിക്ക സബ്ജക്റ്റുകളും ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പ് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിനെ പോലൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന മോഡൽ എക്സാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്ന ഒരു എക്സാം ആയിരിക്കും ഈ വരുന്ന ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ എക്സാം നടത്തുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ തിങ്കളാഴ്ച മുതൽ അടുത്തൊരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച വരെയാണ് എക്സാം നടക്കുന്നതെങ്കിൽ ഏതോ ഒന്നോ രണ്ടോ സബ്ജക്റ്റിന് മാത്രമേ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് സെറ്റ് എല്ലാം മാറും. അതായത് SSLC എക്സാമിന് എനിക്ക് ഇങ്ങനെ മാർക്ക് കിട്ടുമോ എന്നൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ മൈൻഡ് മാറുകയും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ആക്കാൻ നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് സാധിക്കുകയും ചെയ്യും. പക്ഷേ അതിനൊന്നും നമ്മൾ വഴി കൊടുക്കാതെ തന്നെ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതാണ് സാഡ് ന്യൂസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ അത്യാവശ്യം റഷ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി എന്താണ് ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന മാർച്ച് മാസം 3-ാം തീയതി ആരംഭിക്കുന്ന SSLC പബ്ലിക് എക്സാം എല്ലാ സബ്ജക്റ്റുകൾക്കും അത്യാവശ്യം നല്ല ഗ്യാപ്പോട് കൂടി തന്നെയാണ് നിങ്ങളുടെ പബ്ലിക് എക്സാം നടക്കുന്നത്. ആ നല്ല ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചാപ്റ്റർ പഠിക്കുക എന്നതല്ല, ചാപ്റ്റർ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചാപ്റ്റർ പഠിക്കുക എന്നത് എവിടുത്തെ ഉത്തരവാദിത്തമാണ്? ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഏകദേശം ഒരു 35-40ഓളം ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ആ ദിവസങ്ങളിൽ നിങ്ങൾ അറിയാത്ത ചാപ്റ്ററൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. ഒരു ചാപ്റ്റർ പോലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവരുത്. ഓരോ ചാപ്റ്ററിലെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഒട്ടുമിക്ക കുട്ടികളും, ഞാൻ മനസ്സിലാക്കുന്നത് ഭൂരിപക്ഷം കുട്ടികളും ഇപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടി തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതിലൊന്നും പെടാത്ത കുറച്ച് കുട്ടികളും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാവാം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. അപ്പം പബ്ലിക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹാപ്പിയാണ്. കാരണം ഓരോ സബ്ജക്റ്റിനും ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് വാങ്ങിക്കൊണ്ട് അവസാന ലാപ്പിൽ നല്ലൊരു റിവിഷൻ നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നല്ലൊരു മാർക്ക് നമുക്ക് നേടാൻ പറ്റും. പക്ഷേ അതിന് മുമ്പേ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു എക്സാമാണ് മോഡൽ എക്സാം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം വാരിക്കോരി ടെൻഷൻ വരുത്തുന്നതിന് പകരം നമുക്ക് വാരിക്കോരി സന്തോഷങ്ങൾ പകർക്കുന്ന ദിവസമായിരിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിലുണ്ട്. ഇനി യൂട്യൂബുകളിൽ നിങ്ങൾ ക്ലാസ്സുകൾ അവൈലബിൾ ആവും. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ചാണ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നത്. സോ നിങ്ങളുടെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ പറ്റി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സൈലം SSLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. SSLC എന്ന് പറയുന്ന പബ്ലിക് എക്സാം കഴിയുന്നത് വരെ നിങ്ങളിലൊരാളായിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിനുശേഷം +1 +2 നമുക്ക് വേറെ കാണേണ്ടതുണ്ട്. സോ എല്ലാവരോടും പറയാണ്, ഹാപ്പി ആയിട്ടിരിക്കുക. സാഡ് ആയിട്ടുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിവസം തന്നെ നിങ്ങൾ പഠിക്കാത്ത ആളുകൾ പഠിച്ചു തുടങ്ങിയ ആളുകൾ അത് കണ്ടിന്യൂ ചെയ്യുകയും അതിനേക്കാൾ കൂടുതൽ സമയം കണ്ടെത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. നിങ്ങൾക്കൊരു സ്റ്റഡി ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു, ഒരു 20 ഡേയ്സ് സ്റ്റഡി ചലഞ്ച്. നിങ്ങൾ എത്രത്തോളം ദിവസങ്ങൾ പഠിച്ചു, എത്രത്തോളം ചാപ്റ്റേഴ്സ് നിങ്ങൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തു എന്നുകൂടി നിങ്ങൾ മെൻഷൻ ചെയ്ത് പറയുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാ ഫ്രം സൈലന്റ് ലേണിംഗ്. നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്